അസമിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. വിലക്കയറ്റവും സർക്കാരിലെ അഴിമതിയും ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ പ്രചാരണം. കേവല ഭൂരിപക്ഷമായ 64 എന്ന മാന്ത്രിക സംഖ്യ നേടുമെന്ന് ഇരുപക്ഷവും അവകാശപ്പെടുന്നു. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, അസമിലെ പ്രവചനങ്ങൾ അത് ബി.ജെ.പിക്ക് അനുകൂലമാണെങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല കോൺഗ്രസ്. ജിൽസി, അതിന് കാരണം അസമിൽ മൊത്തം 3 മേഖലകളാണുള്ളത്. ഒന്ന് അപ്പർ ആസാം, 2 ലോവർ ആസാം, മൂന്നാമത്തത് ബാറക് വാലി. അപ്പർ ആസാമിൽ സ്വാധീനം വളരെ ശക്തമായിട്ട് ബി.ജെ.പിക്കുണ്ട്. അതേസമയം ലോവർ ആസാമിലാകുമ്പോൾ കോൺഗ്രസിന് ഒരു നല്ല സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ ബാറക് വാലിയിൽ ഈ മേഖലയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 80 സീറ്റാണ് NDA നേടിയിരുന്നത്. അസം ഗണപരിഷത്ത് ഉൾപ്പെടെയുള്ള ശക്തമായ സഖ്യകക്ഷി അവരുടെ ഒപ്പമുണ്ട്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് നിലവിലെ മുഖ്യമന്ത്രിയാണ് അടുത്ത ഊഴത്തിന് വേണ്ടി മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രസ്താവനകൾ, കടുത്ത വിദ്വേഷ പ്രസ്താവനകൾ ആണ് ഇതിനകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകളായിരുന്നു കൂടുതൽ നടത്തിയിരുന്നത്. ഈ നുഴഞ്ഞുകയറ്റക്കാരെ നിയന്ത്രിക്കണമെങ്കിൽ അവിടെ ബി.ജെ.പി. സർക്കാർ തുടരണം എന്ന ആവശ്യം തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിക്കുന്നത്. അതേസമയം ഗൗരവ് ഗൊഗോയ് നിലവിൽ ലോക്സഭാംഗമാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് ജീവൽ പ്രശ്നങ്ങളാണ്. അവിടെ വലിയ തൊഴിലില്ലായ്മ വളരെ ശക്തമായ നിലയിൽ തന്നെ ബാധിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം കാണണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ 10 വർഷത്തിന് ശേഷം കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഗൗരവ് ഗൊഗോയുടെ ഭാഗത്ത് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഇറങ്ങിയ സർവേകളെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു മിക്സ്ഡായിട്ടാണ് അവർ പ്രഖ്യാപിച്ചെങ്കിൽ അസമിൽ ഒരു 90% സർവേകളും ബി.ജെ.പി. അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അസമിൽ നടത്തിയ സർവേകൾ തെറ്റുമെന്നും കോൺഗ്രസ് 64 സീറ്റിലെങ്കിലും അധികാരത്തിൽ വരും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ.